സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഹായ് എവരിവൺ, എന്റെ പേര് അനുപമ പത്മൻ. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? താന പഴയ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഓയൂരിലെ കുട്ടി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് അനുപമ. ഇപ്പോൾ കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി പത്മകുമാറിന്റെ മകൾ അനുപമയാണ്. ഹായ് എവരിവൺ, എന്റെ പേര് അനുപമ പത്മൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. The Kylie Cosmetics founder stole the spotlight at the Schiaparelli Spring Summer 2024 show. She attended the show as a guest. ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ സംശയമൊന്നുമില്ലല്ലേ? ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ഇന്ന് രാവിലെ 10:15 പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു. 1:15 കൂടി ദേവിക്ക് നിവേദിച്ചു. ഇത് എന്തൊരു മാറ്റം! എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. ഇപ്പോൾ ഏകദേശം 35 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. പുള്ളി സ്മാർട്ടായല്ലോ. ഒരു ജന്മം കടന്നുപോയി ഉസ്മാനിക്ക, ഒന്നും ഓർമ്മയില്ല. ഏതോ മായിക ലോകത്തായിരുന്നു ഞാൻ. ഇതെന്റെ 2ാം ജന്മമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ഇതിന് ആണോ? ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. മുമ്പ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാൽ ഇവിടെ പൊങ്കാല ഇടുന്ന ആദ്യമായിട്ടാണ്. മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു. നിങ്ങൾ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം മതിയാക്കൂ. ദൈവത്തിന്റെയും നന്മയുടെയും പാതയിലേക്ക് വരൂ. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് നമ്മുടെ അമ്പലം പ്രശസ്തമാണല്ലോ, പക്ഷെ എന്നാലും അമ്പലത്തിൽ വരുന്നത് കുറച്ച് നാൾ മുമ്പാണ്. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്തൊരു ചേഞ്ച് അത്! എല്ലാം വിധിയുടെ വിളയാട്ടം. അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. നിർത്തി ജീവ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്.